ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ദാ കായ ബജിക്ക് വേണ്ടിയിട്ട് ബജിക്കായ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് KPN ഫിഷ് മാർട്ടിൽ പോയിട്ട് പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അവിടെ ഈ ബജിക്കായ ഇരിക്കുന്നു. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ബജി ഉണ്ടാക്കുന്ന കായ കാരണം കൊണ്ട് ഇതിനെ ബജിക്കായ എന്നാണ് കേട്ടോ ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതും പറയാറുള്ളതും. ഇനി വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ അതാ 2, 3 എണ്ണം എടുത്താൽ തന്നെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിയുന്നത് കൊണ്ട് ഒരുപാട് പീസസ് അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുത്താലാണ് ഇതിങ്ങനെ നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ടുള്ള ഇതിൽ കിട്ടുക. അല്ലെങ്കിൽ ഇങ്ങനെ വേവ് കുറവായിട്ട് കിട്ടും, കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കട്ടി കുറച്ചിട്ട് ഇങ്ങനെ സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ, അതിന് പകരം അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചില സമയത്തൊക്കെ പറ്റുന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും വെള്ളം കുറച്ച് കൂടിപ്പോയി. വീണ്ടും പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ബാറ്റർ ഒന്ന് കനം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഞാൻ കടലമാവ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഞാൻ ഇട്ട് കൊടുത്തില്ല. അതിലിനി വീട്ടിൽ നമുക്ക് കഴിക്കാനല്ലേ, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഒരു കളറിൻ്റെ ഒരു കുറവ് തോന്നി. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയിരുന്നില്ല യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. എന്നാലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ കായ ബജിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് മെയിനായിട്ട് ബജി കഴിക്കുന്നതിൽ ഇഷ്ടം ബജിക്ക് ഉണ്ടാക്കുന്ന ഈ ചമ്മന്തിയാണ് കേട്ടോ. ഈ ചമ്മന്തിയുടെ റെസിപ്പി അന്വേഷിച്ച് ഞാൻ കുറേ നടന്ന് ലാസ്റ്റ് ബജിക്കടയിലെ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നെ. സവാള ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക, കുറച്ച് ഷുഗർ, അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനിഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ചമ്മന്തി റെഡിയാട്ടോ. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടമാവുന്ന ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ